യേശുവേ ഹല്ലേലൂയ. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന. ഹല്ലേലൂയ. കർത്താവിനെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആമേൻ പാടി ആരാധിക്കുവാനുള്ള ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അല്പസമയം ദൈവജന ചിന്തയ്ക്ക് വേണ്ടി കടന്നു പോകാം. കർത്താവിന്റെ അഭിഷിക്തദാസൻ ഇന്ന് രാത്രിയിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ നടുവിലുണ്ടല്ലോ. ആമേൻ. ജയേഷ് പാസ്റ്ററിനെ ആമേനെ വെൽക്കം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവമുഖം അന്വേഷിക്കുന്ന ഈ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിനെ എല്ലാവരും ഒന്ന് മഹത്വപ്പെടുത്തിയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ ധന്യമുള്ള നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ സൂമിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. പ്രിയ മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അടിയന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. കർത്താവ് നന്ദിയോടെ ആമേൻ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശു നമ്മുടെ പക്ഷത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവജനം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ. നിന്റെ പക്ഷത്ത് യേശു ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ സൂമിലൂടെ ഇത് കേൾക്കുന്ന ആമേൻ ദൈവജനം കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ. നിന്റെ റൂമിൽ നീ ആയിരിക്കുന്നിടത്ത് ആമേൻ ഹല്ലേലൂയ യൂട്യൂബിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് യേശു നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതത്തില്. ആമേൻ. ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ആമേൻ. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളോട് കൂടെ, ആമേൻ, ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളോട് കൂടെ
ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിങ്ങളോട് കൂടെയാണ് ദൈവമുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ഈ പ്രഭാതത്തിൽ ആമേൻ ദൈവജനം ആമേൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ആമേൻ വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 34 സങ്കീർത്തനം അതിന്റെ 15 വാക്യം. 34 സങ്കീർത്തനം അതിന്റെ 15 വാക്യം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നന്ദിയോടെ ഈ പ്രഭാതത്തില് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവന്റെ കണ്ണ്, യഹോവയുടെ കണ്ണ് അവൻ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേൽ ഉണ്ടെന്ന് അത് മനസ്സിലാക്കിയ ദൈവജനം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ദിവസിലായി സൂമിലായിരിക്കുന്ന ദൈവജനം ആമേൻ. പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, നീ കേൾക്കുമ്പോൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. യൂട്യൂബിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന ദൈവജനം ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, നീ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് തന്നെയാണ്. ഈ സന്ദേശം കേൾക്കുന്ന നിന്നോട് തന്നെയാണ്. അത് കേൾക്കാത്തവരോടല്ല. കാരണം ഇത് കേൾക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന നിന്നോട് പറയുക, എന്റെ കണ്ണ്, ദൈവം പറയുക, യേശു നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ആ യേശു നിന്നോട് പറയുക, എന്റെ കണ്ണ് നിന്റെ മേലുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആമേൻ. നിന്റെ ഭർത്താവിന്റെ കണ്ണോ, നിന്റെ ഭാര്യയുടെ കണ്ണോ, നിന്റെ മക്കളുടെ കണ്ണോ, നിന്റെ സഹോദരങ്ങളുടെ കണ്ണോ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ കൂട്ടുകാരുടെ കണ്ണോ അല്ല. ഹല്ലേലൂയ. മനസ്സിലാക്ക അവൻ സകലത്തെയും ഉളവാക്കിയ ദൈവം പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എന്റെ കണ്ണ് നിന്റെ മേലുണ്ടെന്ന്. ഹല്ലേലൂയ. എന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച ദൈവജനമേ. ഹല്ലേലൂയ. ദൈവം നിന്നോടും എന്നോടും തന്നെയാണ് ഇടപെടുന്നത്. എന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട്? ഹല്ലേലൂയ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുക. 33 സങ്കീർത്തനം അതിന്റെ 18 വാക്യത്തിൽ പറയുക, എന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടെന്നേ. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച ദൈവജനമേ. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തില് നിന്നോട് തന്നെയാണ് ദൈവം ഇടപെടുന്നത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? തന്റെ ദയക്കായി. അവൻ ദൈവത്തിന്റെ ദയക്കായി നീ കാത്തിരിക്കുന്നത് അവൻ മറ്റാരും അറിയത്തില്ല. അവൻ ഒരു വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് അവൻ ആരും അറിയത്തില്ല. നീ പ്രാർത്ഥിക്കുന്നത്, നിന്റെ നിലവിളി ആരും അവൻ അറിയത്തില്ല. ഹല്ലേലൂയ. അവിടെ കാണുന്നു അവന്റെ നിലവിളിക്കും അവന്റെ ചെവി തുറന്നിരിക്കുകയാണെന്ന്. അവൻ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടും. നിന്നോട് തന്നെയാണ്. കാരണം നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട്, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് കൊണ്ട് നിന്റെ നിലവിളിക്ക് ദൈവം നിൽക്കുമെന്ന് പറ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തിൽ നിലവിളിക്ക് മുമ്പില് അവൻ ആരും എന്റെ നിലവിളിയെ കേട്ടില്ലെങ്കിലും ദൈവം എന്റെ നിലവിളിയെ കേൾക്കുന്നുണ്ടെന്ന് നീ ഒന്ന് പറയാൻ തയ്യാറാക. ഹല്ലേലൂയ. എന്റെ മുമ്പോട്ട് പോയാലും ഹല്ലേലൂയ, എന്റെ നിലവിളി കേട്ട് മറ്റുള്ളവർ എന്നെ നിന്ദിച്ചാലും നീ പറയണം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്റെ നിലവിളിക്ക് മുമ്പിൽ ഇറങ്ങി നിൽക്കുമെന്ന്. അവൻ ഹല്ലേലൂയ മുമ്പോട്ട് പോയെന്ന് ഹല്ലേലൂയ അല്പം വൈകിയെന്ന് നീ ചിന്തിച്ചാലും, എന്റെ നിലവിളി അവൻ കേൾക്കുന്നില്ലേ എന്ന് നീ ചിന്തിച്ചാലും, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ അവിടെ നിന്നു. ആമേൻ. ഹല്ലേലൂയ. അവൻ അവിടെ നിന്നു. ബത്തിമായിയെ, നിന്റെ നിലവിളിക്ക് മുമ്പില്, ദൈവ പൈതലെ നിന്റെ നിലവിളിക്ക് മുമ്പില് ദൈവം നിൽക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചോണം കേട്ടോ. ഈ സന്ദേശം കേൾക്കുമ്പോൾ മറ്റാരോടുമല്ല പറയുന്നത്, ദൈവസനിൽ നിലവിളിക്കുന്ന നിന്നോടാ, ദൈവസനിൽ കരയുന്ന നിന്നോടാ, ദൈവസനിൽ ഉപവസിക്കുന്ന നിന്നോടാ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിന്നോടാ, ദൈവസനിൽ കണ്ണുനീരൊഴുക്കുന്ന നിന്നോട് തന്നെയാണ് ഇത് ദൈവം ഈ സന്ദേശം, ഈ പ്രഭാതത്തില് ഈ മെസ്സേജ് നിന്നോട് കൈമാറുന്നത്. ഇത് ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകുന്ന ദൈവജനം ചുമ്മാ ഇരിക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തില് അനേക വ്യക്തി ജീവിതങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നിലനിർത്തിയെങ്കില്, കാണാൻ സഹായിച്ചെങ്കില് ചുമ്മാ ഇരിക്കരുത്. ഹല്ലേലൂയ. ദൈവം നിന്നെ ഇന്ന് പകൽ കാണാൻ അനുവദിച്ചെങ്കില്, ഇന്ന് നീ നിലവിളിക്ക് മുമ്പിലും ദൈവം നിനക്ക് മറുപടി തരുമെന്ന് നീ വിശ്വസിക്കുക.
കാരണം എന്താ അവൻ നീ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് നിന്റെ നിലവിളിക്ക് മുമ്പിൽ അവന് മറുപടി തരാതിരിക്കാൻ കഴിയത്തില്ലെന്ന് ഈ പ്രഭാതത്തിൽ നീ ഒന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ, വിശ്വസിക്കുക. ഹല്ലേലൂയ. ആമേൻ. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ, ആമേൻ, ഹല്ലേലൂയ, അവരുടെ ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ ഉണ്ടെന്ന്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന, നീ നിലവിളിച്ച് ഹല്ലേലൂയ, ആ നിലവിളിക്ക് മുമ്പിൽ നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ സ്വർഗം ഹല്ലേലൂയ പറയുക, ഞാൻ നിന്റെ നിലവിളിക്ക് ചെവി തുറന്നിരിക്കുക. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടത്തിൽ നിന്നും അവനെ രക്ഷിച്ചു. നിന്റെ സകല കഷ്ടത്തിൽ നിന്നും അവൻ നിന്നെ രക്ഷിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തില് ഈ സന്ദേശം കേൾക്കുന്ന ഈ സൂമിലായിരിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചോണം. ആമേൻ, ഹല്ലേലൂയ. യൂട്യൂബിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന ദൈവജനം പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, ഇത് നിന്നോട് തന്നെയാണ് ദൈവം ഇടപെടുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ സകല കഷ്ടത്തിൽ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തിലേക്കാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവം നിന്റെ സകല കഷ്ടങ്ങളും വിടുവിക്കാൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യോന പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. യോനയുടെ പുസ്തകം, യോന പ്രവാചക പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ആമേൻ, ഹല്ലേലൂയ. ഈ വചനം ഏറ്റെടുത്ത് ആമേൻ, ഹല്ലേലൂയ. ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുക. എപ്പോഴാ? ഹല്ലേലൂയ. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് തന്നെ പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തില് നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്റെ അകത്തില്ലേ ദൈവം നിലവിളിച്ച് നീ ദൈവസന്നിധി യോനെ നീ പ്രാർത്ഥിച്ചില്ലേ? ഹല്ലേലൂയ. നിനക്ക് ദൈവം ഉത്തരം അരുളിയെങ്കിൽ ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ നിലവിളിക്ക് മുമ്പില് ദൈവം ഉത്തരം തരാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാണ്. കാരണം ദൈവം നിന്നെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ മാതാപിതാക്കളെ കുറിച്ച്, നിന്റെ സഹോദരങ്ങളെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് യോനെ, നീ മത്സ്യത്തിന്റെ അകത്ത് നിന്ന് നിലവിളിച്ചാലും ആരും നിന്റെ നിലവിളി കേൾക്കുന്നില്ല നീ ചിന്തിച്ചാലും ദൈവം ആ നിലവിളി കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ദൈവജനം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഒരു മനുഷ്യനും ഇല്ലെന്ന് മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് തന്റെ ആ പ്രതിസന്ധിക്കകത്തിരുന്ന് തന്റെ കഷ്ടതയ്ക്കകത്തിരുന്ന് തന്റെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാ. ഇന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ, നീ ആത്മാവിൽ ഈ ദൂതെന്ന് സ്വീകരിച്ചു. നിന്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവം നിൽക്കുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് പറയുക. കാരണം നിന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ എന്റെ ഇടയനോ, എനിക്ക് ഒന്നിനും മുട്ട്. കാരണം നീ എന്ത് ചെയ്യുക? നീ ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയാണ്. നീ പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദ് ഹല്ലേലൂയ പറയുന്നൊരു കാര്യമുണ്ട്. കൂരിലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. കാരണം എന്താ? നീ എന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് ഇന്ന് പറയാൻ കഴിയും, എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് പ്രതിസന്ധിക്ക് അകത്തുപെട്ടാലും പ്രതികൂലത്തിന്റെ അകത്തുപെട്ടാലും പ്രതികൂലങ്ങൾ എന്നെ മൂടിയാലും നദികൾ എന്നെ മൂടിയാലും വെള്ളം എന്നെ മുക്കിക്കളയാൻ നോക്കിയാലും കൊടുങ്കാറ്റ് ഈശാന മൂലം കാറ്റിന്റെ മേലെ അടിച്ചാലും ഞാൻ ഭയപ്പെടത്തില്ലെന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നിന്നെ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ വരുന്ന ആ വിഷയത്തെ പരിഹരിക്കും ശക്തനാണെന്ന് ഇന്ന് പകല് ദൈവ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവം നിൽക്കും.
ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരുടെ നിലവിളിക്ക് മുമ്പിലും ദൈവം നിന്നില്ലെങ്കിലും നിന്റെ നിലവിളിക്ക് മുമ്പിൽ ആമേൻ ഹല്ലേലൂയ അവൻ നിന്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവം നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം കർത്താവിനെ നന്ദിയോടെന്ന് സ്തോത്രം ചെയ്ത് നിന്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവം നിൽക്കും. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു ഹല്ലേലൂയ ഹാഗറേ നിനക്കെന്ത് ആമേൻ നീ ഭയപ്പെടേണ്ട ആമേൻ ഹല്ലേലൂയ ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹാഗറേ നിനക്കെന്ത് ആമേൻ ഹാഗറേ നിനക്കെന്ത്. ഹല്ലേലൂയ ഇന്ന് പകൽ ഹല്ലേലൂയ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പ്രിയ മാതാവേ പിതാവേ സഹോദര സഹോദരി കുഞ്ഞേ അവൻ നീ ഭാരപ്പെട്ട ഹല്ലേലൂയ നിന്റെ മകന്റെ വിഷയത്തിന്മേല നിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിന്മേല നിന്റെ തലമുറയുടെ വിഷയത്തിന്മേല നിന്റെ കുടുംബത്തിലെ വിഷയത്തിന്മേല നിന്റെ ആ ജോലി സംബന്ധമായ വിഷയത്തിന്മേല ഹല്ലേലൂയ നീ ഭാരപ്പെട്ട് നിലവിളിച്ചില്ല. ആമേൻ എന്റെ മകന്റെ ഹല്ലേലൂയ ഭാവി എന്തായി തീരുമെന്ന് എന്റെ തലമുറയുടെ ഭാവി എന്തായി എന്ത് പരിഹാരമെന്ന് നീ പറഞ്ഞ് ഹല്ലേലൂയ എനിക്ക് എന്റെ മകന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരു അമ്പിമ്പാട് ദൂരത്തേക്ക് മകനെ ഹല്ലേലൂയ മാറ്റി നിർത്തിക്കൊണ്ട് കരഞ്ഞ ഹല്ലേലൂയ ഹാഗറിനോട് ദൈവം ചോദിക്കുക അത് നിനക്കെന്താണ് നീ ഭയപ്പെടേണ്ട. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഹല്ലേലൂയ ദൈവ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് തന്നെ ഇടപെടുന്നു. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളിയെ ദൈവം കേട്ടിട്ടുണ്ട്. നിന്റെ നിലവിളിയെ നീ ഇരിക്കുന്നിടത്ത് നിന്ന് നിന്റെ നിലവിളിയെ ദൈവം കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവജനം കർത്താവിനെ നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് എന്റെ നിലവിളി ദൈവം കേട്ട് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് പ്രഭാതത്തിൽ നീ ഒന്ന് പറ. ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിലവിളിക്കുന്ന എന്റെ വിഷയത്തിനകത്ത് ഞാൻ ഭാരപ്പെടുന്ന എന്റെ വിഷയത്തിനകത്ത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ഞാനും നിങ്ങൾ പറയാൻ തയ്യാറായാൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന്. ഹല്ലേലൂയ ആമേൻ ആമേൻ വിശ്വസിക്കുക ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ആമേൻ 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 നിന്റെ നിലവിളി ദൈവം കേട്ടിട്ടുണ്ടെന്ന്. ആമേൻ ഹല്ലേലൂയ നിന്റെ നിലവിളി ദൈവം കേട്ടിട്ടുണ്ട്. നീ ഏത് വിഷയത്തിന് വേണ്ടിയാണ് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നത്? ആമേൻ ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ സ്വർഗ്ഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. ഹല്ലേലൂയ അത് വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്ത ഈ പ്രഭാതത്തിൽ അവൻ കേൾക്കുവാൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ യോനെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ വചനം കേൾക്കാതെ അവൻ നീ ഹല്ലേലൂയ മാറിപ്പോയപ്പോഴും ഹല്ലേലൂയ ഇതെന്നെ കേൾക്കുന്ന ദൈവജനമേ നീ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവൻ നിന്റെ വിഷയത്തിനകത്ത് പരിഹാരം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് അവൻ നീ ദൈവത്തെ ദൈവസന്നിധിയിൽ പ്രതിബദ്ധത അവൻ ദൈവം കേട്ടിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ നീ ദൈവസന്നിധിയിൽ കരഞ്ഞത് ദൈവം കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നോക്കണമേ മാറിപ്പോയവനെയും ഹല്ലേലൂയ മാറിപ്പാമൻ കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച യോനയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന സൂമിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന യൂട്യൂബിലൂടെ വിദൂരത്തിൽ നിങ്ങൾ എവിടെ നിന്ന് ഈ സന്ദേശം കേൾക്കുന്നുവോ നിങ്ങളോട് തന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഇടപെടുന്നു. നിന്റെ നിലവിളി ദൈവം കേട്ടിട്ടുണ്ട്. ആമേൻ 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 ഹല്ലേലൂയ നീ ആ കഷ്ടതയില നീ ആ പ്രയാസത്തില നീ നിലവിളിച്ചില്ല. നിന്റെ വിഷയത്തിന്മേൽ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്നോട് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഇടപെടുന്നത്. നിന്റെ നിലവിളിക്ക് സ്വർഗ്ഗം ഇറങ്ങി വരും. നിന്റെ നിലവിളിക്ക് മുമ്പില് മറ്റുള്ളവർ പലതും പറയും. ആമേൻ വിശ്വസിക്കുക ആമേൻ ഭക്തിമായി ദൈവ വൈതലേ ഹല്ലേലൂയ പ്രിയ മാതാവേ പിതാവേ സഹോദര സഹോദരി കുഞ്ഞേ നീ നിലവിളിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നിലവിളി കേൾക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാകത്തില്ല. പക്ഷെ ഹല്ലേലൂയ ഭക്തിമായി നിന്റെ നിലവിളിക്ക് മുമ്പിൽ മറ്റുള്ളവർ പറയും നീ മിണ്ടാതിരിക്കുക നിന്റെ നിലവിളിക്കൊന്നും കേൾക്കാൻ ദൈവം അത് കേൾക്കത്തില്ലെന്ന് പറഞ്ഞാലും കർത്താവ് പറയുന്നു അവരവിടെ നിന്ന് അവനെ വിളിച്ചു കൊണ്ടുവരുക എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് പറഞ്ഞെങ്കിൽ ആ വചനം ഹല്ലേലൂയ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും ഇടപെടുന്നു. ഞാൻ നിന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവമാണ്. ആമേൻ 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 ഹല്ലേലൂയ നിന്റെ കണ്ണുനീര് കണ്ട നിന്റെ നിലവിളി കേട്ട് മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. ആമേൻ അത് വിശ്വാസമുള്ള ദൈവജനം ഇരിക്കുന്നിടങ്ങളിൽ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത്
ഇന്ന് പ്രഭാതത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ്, ശക്തമായും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നു. അവൻ എന്നോടും നിങ്ങളോടും. അവൻ ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും. ഹല്ലേലൂയ. ഈ ദൈവവചനം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തളങ്ങളിൽ നിലവിളിക്കുന്ന നിലവിളിക്ക് അവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചോണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവൾ അകത്തളത്തിൽ നിലവിളിക്കുന്നത് ഒരു മനുഷ്യനും കണ്ടില്ല. അവളുടെ ഹൃദയവേദന 12 വർഷമായിട്ടും അവൾ നിലവിളിക്കുക. അവളുടെ ഹൃദയവേദന അകത്തളത്തിൽ അവൾ നിലവിളിച്ചതിനെ കണ്ട ഒരു ദൈവം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നിന്റെ നിലവിളിക്ക് മുമ്പിലും സ്വർഗത്തിലെ കരം, നിന്റെ നിലവിളിയെ, നിന്റെ ഹൃദയത്തിലെ വേദന ഒരു മനുഷ്യനും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് നീ ഭാരപ്പെടുന്നെങ്കിൽ ബത്തിബായെ, നിന്റെ നിലവിളിക്ക് മുമ്പിൽ അവൻ അല്പം സമയം അവൻ വൈകിയെന്ന് നീ ചിന്തിച്ചാലും അവൻ കർത്താവ് തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഒരു ദൈവ മഹത്വം അവൻ വെളിപ്പെടുത്തുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ദൈവജനം കർത്താവിനെ നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക, ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിന്റെ നിന്റെ അടുത്ത് അവൻ ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. ആമേൻ. ദൈവം നിന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. നിന്റെ നിലവിളിക്ക് മുമ്പിൽ അവൻ നിന്റെ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ സ്വർഗം ഇറങ്ങി വരുന്ന ദിവസമാണ്. വിശ്വസിക്കുക. നീ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടുവോ, അവൻ നിലവിളിച്ചുവോ, ദൈവസനിൽ നിലവിളിച്ചു, ആ വിഷയത്തിന്മേല് സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ആമേൻ ഹല്ലേലൂയ. ഇസ്മായേലിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടെങ്കിൽ, ആമേൻ ബത്സിബായിക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടെങ്കിൽ, ആമേൻ ഹല്ലേലൂയ. യോനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ഇന്നെ കേൾക്കുന്ന സൂമിലൂടെ ഈ ഈ സന്ദേശം കേൾക്കുന്ന, ആമേൻ ഹല്ലേലൂയ, ആമേൻ യൂട്യൂബിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ നിലവിളിക്ക് മുമ്പിലും നിന്റെ വിഷയത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. നീ ഏത് വിഷയത്തിൽ, അത് നിന്റെ ശരീരപരമായ രോഗപരമായ വിഷയമായിരിക്കാം, നിന്റെ തലമുറയെ കുറിച്ചുള്ള വിഷയമായിരിക്കാം, നിന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള വിഷയമായിരിക്കാം, നിന്റെ ജോലി സംബന്ധമായ വിഷയമായിരിക്കാം, നിന്റെ സാമ്പത്തികമായ വിഷയമായിരിക്കാം, നിന്റെ ഏത് വിഷയത്തിനകത്തായാലും ആമേൻ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ്. നിന്റെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗം ഇറങ്ങി വരുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നവര് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ദൈവസന്നിധിയിലേക്ക് ഹൃദയങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ നന്ദിയപ്പ. ഈ വചനം ശ്രദ്ധിച്ച ദൈവജനത്തിനായി യൂട്യൂബിലൂടെ സൂമിലൂടെ ദൈവവചനം ശ്രദ്ധിച്ച ഈ ദൈവജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, അവര് നിലവിളിക്കുന്ന നിലവിളിയുടെ മുമ്പില്, അവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മുമ്പില് സ്വർഗത്തിലെ കരം ഇവർക്ക് വേണ്ടി ചലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. സ്വർഗം അത് ചെയ്തിരിക്കുക. സ്തോത്രം. അത്ഭുതത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തില് ഈ കുടുംബങ്ങൾ, ഈ വ്യക്തി ജീവിതങ്ങൾ കർത്താവെ കാണട്ടെ. അവരുടെ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ കരം ഈ പ്രഭാതത്തില് അവർക്ക് വേണ്ടി മറുപടി അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവനാമ മഹത്വം ഈ കുടുംബങ്ങൾ മുഖാന്തരം ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തിയെ കാണണം. യേശു ക്രിസ്തു തന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. താങ്ക് യു ദൈവദാസനെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ദൈവിക ദൂതുകൾ കർത്താവിന്റെ പാദത്തിൽ കേൾക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറഞ്ഞ കർത്താവിന്റെ അഭിഷിക്തദാസനെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളുടെ കൂടെയുണ്ട്. ആമേൻ. നമ്മളുടെ കൂടെ ആമേൻ നമ്മളെ വഴി നടത്തുന്ന വ്രതമായി നിലവിളിച്ചപ്പോൾ ആ നിലവിളിക്ക് മുമ്പിൽ ആമേൻ സ്വർഗത്തിലെ ദൈവം നിന്നു. ആമേൻ. നമ്മുടെ നിലവിളികൾക്ക് മുമ്പിൽ ആമേൻ നമ്മൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. പ്രതികൂലത്തിന്റെ നടുവിലൂടെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിന് മുൻപിലും സ്വർഗത്തിലെ ദൈവം നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ ആമേൻ ഹല്ലേലൂയ ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ കർത്താവിനോടുള്ള അഭേദ്യമായൊരു ബന്ധം ആമേൻ അത് കൂടുതൽ ആമേൻ നമ്മുടെ ഹൃദയത്തിനകത്തിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
രോഗികളായിരിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. യാത്രകളിലായിരിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അപ്പോൾ തന്നെ ജോലിയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്, അവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഇന്ന് മീറ്റിങ്ങിനകത്ത് ഈ പ്രഭാത സമയത്ത് ജോയിൻ ചെയ്യാൻ കഴിയാത്ത നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസൊക്കെ ആയിട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്, അവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും അവരെ സ്തോത്രം, സർവശക്തനായ ദൈവം ബലപ്പെടുത്തുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനം സംസാരിച്ച കർത്താവിൻ്റെ അഭിഷിക്തദാസനെ ഒരു വാക്കിലൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ദൈവവചനം ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ അഭിഷിക്തദാസനെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ നിലവിളികൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ മധ്യ വെളിപ്പെട്ടു വരുന്ന വലിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് ഈ പകൽ സമയം കർത്താവെ ദൈവത്തിൻ്റെ സ്നേഹം, സാന്നിധ്യം കർത്താവെ എല്ലാം ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന സർവശക്തനായ ദൈവം കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ഇത്രയും ജനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ചലിക്കണം കർത്താവെ. ഞങ്ങളെ ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും ഞങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നവരുണ്ട്, അവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരോട് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളണം നല്ല പിതാവേ,